إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأطيعوا الله وأطيعوا الرسول فإن توليتم فإنما على رسولنا البلاغ المبين الله لا إله إلا هو وعلى الله فليتوكل المؤمنون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തുനിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അള്ളാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അവർ വഴി പിഴച്ചു പോയതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് മറച്ചുവെക്കലില്ലാതെ, മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലാതെ ഒരു മൗലൂദിൻ്റെ വരി കൂടി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ആളുകൾക്കിടയിൽ പ്രചാരമായതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെയും ആ മൗലിദിൻ്റെ വരികൾ കേട്ടിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്:
മടവൂരാരാണ്, നിങ്ങളെ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവനോട് നീ ചൊല്ല്, അതെ അതെ അതെ, മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ എന്ന് നിങ്ങൾ അറിയണേ എന്ന്. ആദ്യം ഈ പാട്ട് കേട്ടപ്പോ ചെറിയൊരാശങ്ക, അങ്ങനെയൊക്കെ ഇപ്പൊ ഒരു മുസ്ലിയാർ എഴുതുവോ, ഏതെങ്കിലുമൊക്കെ വകതിരിവില്ലാത്ത ആളുകൾ ചെയ്തതായിരിക്കും എന്ന് വെറുതെ. കാരണം ഇതൊരു പുതുമയുള്ള സംഗതിയൊന്നുമല്ല. ഈ പറഞ്ഞ വരികൾ ഇതിനു മുമ്പ് ഇഷ്ടം പോലെ പല മാർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പഴയ കാലം മുതൽ തന്നെ. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ വാദിച്ചു നടന്നിരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. എല്ലാം അള്ളയാണ്, എല്ലാ തൂണിലും തുരുമ്പിലും ഒക്കെ അള്ളാഹുവാണ്, അല്ലാത്ത ഒന്നുമില്ല എന്നാണ്. അതിനെ ഒന്നുകൂടി വെളിപ്പെടുത്തി കൊണ്ടാണ് ഒരു സൂഫി എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന വീരാൻ പാപ്പ എന്ന് പറഞ്ഞ, അമ്പംകൊന്ന് വീരാൻ കാക്ക എന്ന് പറഞ്ഞ ആള് മൂപ്പര് ദിക്കറായി പഠിപ്പിച്ചു, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ തല വല വാല ഇല്ലല്ലാ. അള്ളയാണ്, അല്ലല്ലാത്ത ഒന്നുമില്ല. കണ്ണള്ളയാണ്, മൂക്കള്ളയാണ്, പള്ളള്ള, ലാ കരിക്കട്ട ഇല്ലല്ലാ, കരിക്കട്ട പോലും അള്ളയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് വർത്തമാനങ്ങൾ വന്നതിൻ്റെ ഇടയിൽ ഒരല്പം ഒന്ന് വെളിവാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അനല്ലാഹ്, ഞാൻ തന്നെയാണ് അള്ളാന്ന് ഷെയ്ഖുന പറഞ്ഞിക്കണെന്ന് പറഞ്ഞിട്ട് മുസ്ലിയാർ വഅളും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരോപണമല്ല കേട്ടോ, ഒക്കെ കൃത്യമായിട്ട് രേഖകൾ ഉള്ളത് മാത്രമാണ് പറയുന്നത്. ഞാൻ തന്നെയാണ് അള്ളാഹ് ഷെയ്ഖുന പറഞ്ഞിക്കണ്. പിന്നെപ്പോ ആരാ പടച്ചോനെന്ന് ചോദിക്കുമ്പോ മടവൂരാണ് പടച്ചോനെന്ന് നീ പറഞ്ഞോ ധൈര്യത്തിൽ എന്നൊരു വരി വന്നതിൽ വലിയൊരത്ഭുതമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എവിടേക്കാണ് ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അവന്റെ ജീവിതത്തെ മുഴുവനും അറിഞ്ഞുകൊണ്ട് നരകത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് 64-ാമത്തെ അധ്യായം സൂറത്ത് തഗാബുനില് അതിന്റെ 12-13 ആയത്തുകളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. അഥവാ നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ, അല്ലാഹുവോ അല്ലാഹുവിന്റെ തിരുദൂതരോ പഠിപ്പിക്കാത്ത പുതിയൊരു വിഷയവുമായി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ, ആ പോകുന്ന ആളുകൾക്ക് ഫഇൻ തവല്ലൈതും ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, അഥവാ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ സത്യസന്ദേശം എത്തിച്ചു തരിക എന്ന ഒരു ദൗത്യമല്ലാതെ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് മറ്റു ബാധ്യതകളൊന്നും നിങ്ങളുടെ മേലിലില്ല. നിങ്ങളുടെ മേലിൽ വേറൊരു ബാധ്യതയില്ല. നിങ്ങളുടെ മുഴുവൻ ബാധ്യതയും റസൂലുള്ള ഏറ്റെടുത്തിക്കണമെന്ന് ഖുർആനിൽ എവിടെയില്ല. അവിടെ ഒക്കെയും പറഞ്ഞ എന്താ? അള്ളാഹുവിൽ നിന്നുള്ള ഈ സന്ദേശത്തെ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്ന ഉത്തരവാദിത്തം മാത്രമാണ്. ധാരാളം ആയത്തിൽ അത് പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ വിളിക്കുത്തരം നൽകാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തരാൻ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം റസൂലുള്ളാഹിക്കില്ല. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും അല്ലാഹു പറയാണ്, ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ വേറെ ദൈവമില്ല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവരെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ നിങ്ങൾ തവക്കുലാക്കേണ്ടത്, നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിൽ മാത്രമാണ്. ഇതാണ് ഇസ്ലാം, ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതല്ലാതെ മറ്റേതെങ്കിലും ശക്തികളിലോ വ്യക്തികളിലേക്കോ തവക്കുലാക്കുക എന്നത് ഇസ്ലാമല്ല. അങ്ങനെ ചെയ്യുന്നവന്റെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ, അങ്ങനെ ചെയ്യുന്നതിന്റെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ ആ പേര് മാത്രമേ ഓൻകൊള്ളൂ, ഇസ്ലാമിൽ ഓനില്ല.
അതാണ് ഇസ്ലാം. എന്നാൽ പഠിപ്പിക്കപ്പെട്ടിരുന്നതോ, എന്റെയൊക്കെ ചെറുപ്പത്തില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥ. ഒരാള് ഹജ്ജിന് പോവുക, വീട്ടിൽ വേറെ ആരുമില്ല, വീട് പൂട്ടിയിട്ട് ഹജ്ജിന് പോവുക. ആ പോകുന്ന അയാൾ ഹജ്ജിന് പോയി. അപ്പൊ ആ നാട്ടിലെ കള്ളന്മാർക്ക് മനസ്സിലായി ഇയാൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇനി ആരുമില്ല. അങ്ങനെ രാത്രി കള്ളന്മാർ ആ വീട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നു. അവരാ വീട് കൊള്ളടിക്കാൻ വേണ്ടി വാതിൽ പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആയുധങ്ങൾ ഇങ്ങനെ പരസ്പരം മുട്ടുന്ന ശബ്ദം, ആളുകൾ ആയുധം കൊണ്ട് അഭ്യസിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു. അപ്പൊ കള്ളന്മാർക്ക് തോന്നി ഇവിടെ ആരോ ഉണ്ട്, ആളുണ്ടല്ലോ, ആൾപെരുമാറ്റം ഉണ്ടല്ലോ ഉള്ളിൽ. അവര് പോയി. പിറ്റേ ദിവസം കള്ളന്മാര് വന്നു. അങ്ങനെ 3 തവണ അവർ വന്നപ്പോഴും ഈ ശബ്ദം കേട്ട് അവർ മടങ്ങിപ്പോയി. അങ്ങനെ പിന്നെ ഈ കള്ളൻ കാത്തിരുന്നു ഈ ആചാര്യ ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ. എന്നിട്ട് ആചാര്യോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വീട് കക്കാൻ ഞങ്ങൾ വന്നപ്പോ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ആയുധങ്ങളുടെ ശബ്ദം, നിങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടാ പോയത് ഹജ്ജിന്? അപ്പൊ ആചാര്യ പറഞ്ഞു, ഞാൻ ബദരീങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത്. ആള് പോയത് എവിടുക്ക? ഹജ്ജിന. ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? തവക്കുൽ എവിടേക്ക് വേണമെന്നാ? ബദരീങ്ങളിലേക്ക് വേണമെന്ന്. അതിന് വേണ്ടിയിട്ടാ ഇത് പറയുന്നത്, ഈ കഥ പറയുന്നത്. ഈ കഥ തന്നെ രസ. കള്ളം വന്നിട്ട് ചോദിക്കാൻ, കക്കാൻ വന്ന ഞങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങൾ ആരെ ഏൽപ്പിച്ച്? എത്ര സത്യസന്ധനായ കള്ളന്മാര്! സഹോദരങ്ങളെ, ഇമാതിരി പച്ചക്കളവുകൾ കഥകളാക്കി ആളുകളെ ഈമാൻ പഴിപ്പിക്കുക. അല്ലാഹ് എന്താ പറഞ്ഞ പരിശുദ്ധ ഖുർആനില്? ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങൾ മുഅ്മിനാണോ എങ്കിൽ അല്ലാഹുവിൽ മാത്രമേ തവക്കുലാക്കാൻ പാടുള്ളൂ. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മളോട് പറഞ്ഞത്. വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അങ്ങനെ പറഞ്ഞങ്ങോട്ടുണ്ട് ഇറങ്ങണം. എവിടേക്ക് ഇറങ്ങുമ്പോൾ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് സുന്നത്താണ്, പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥനയാണ്, അള്ളാഹുവിലേക്കുള്ള ആരാധനയാണ്. പടച്ചവനെ നിന്നിലേക്ക് ഇതാ ഏൽപ്പിക്കുകയാണ്. എല്ലാം അങ്ങനെ ഏൽപ്പിക്കേണ്ടുന്നതാണ്. പലപ്പോഴും സൂഫികളിലേക്കാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എത്തിക്കേണ്ടത്. അവരെ നിങ്ങൾ പിന്തുടരണം. അവര് നിങ്ങൾക്ക് അള്ളാനെ കാണിച്ചു തരുന്ന. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് മലയാളത്തിൽ ഇറങ്ങുന്ന, നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഒരു പത്രത്തിൽ വന്നൊരു വാർത്ത ഉണ്ട്. ഇതില് ഒരു തങ്ങള്, മൂപ്പരാണ് ആ പരിപാടിയുടെ മതപ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്ത് പരിപാടിയാ? മതപ്രഭാഷണമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന ഭാഷണത്തിൽ മൂപ്പരെന്താ പറഞ്ഞെന്നറിയോ? തൃപ്പനച്ചി, നമ്മുടെ ഈ കീഴ്ശ്ശേരിയിലുള്ള തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അനുസ്മരണ വാർഷികത്തിൽ മതപ്രഭാഷണമാണ് നടക്കുന്നത്. അവിടെ മതപ്രഭാഷണം നടക്കുമെന്ന് പറഞ്ഞാൽ തന്നെ കളവാണ്. അവിടെ മതപ്രഭാഷണം നടക്കൂല. എന്തേ? തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ പരിപാടിക്ക് വരുന്നവർ മുഴുവനും ബഹുദൈവാരാധകരാണ്, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വരുന്നവരാണ്. അവിടെ തവാഫ് ചെയ്യൽ നിർബന്ധമുള്ളൊരു സ്ഥലമാണ് തൃപ്പനച്ചി കീഴ്ശ്ശേരി. തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്രം നിർമ്മിച്ചു കൊടുത്ത മനുഷ്യനാ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ. തവാഫ് ഉണ്ട് അവിടെ. വലിയ ഒരു കൊടിമരത്തിന് വലിയ ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യും. എന്താ അവിടുത്തെ തൽബിയത്ത് എന്നറിയോ? അവിടുത്തെ ദിക്ർ എന്താണെന്നറിയോ? യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇത് പറഞ്ഞുകൊണ്ടാ തവാഫ് ചെയ്യേണ്ടത്. അങ്ങനെ തവാഫ് ചെയ്തത് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നടക്കല്ലേ, നടന്ന് 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 അവസാനം യുവതികളും യുവാക്കളൊക്കെ തലറ്റി വീടും. അവിടെ അവരെടുത്തുണ്ടാവാൻ പ്രത്യേക ആൾക്കാരുണ്ട് അവിടെ. അത് നടക്കുന്നൊരു സ്ഥല. അവിടെയാണ് മതപ്രഭാഷണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കളവല്ലേ? ആ മതപ്രഭാഷണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മൂപ്പർ എന്താ പറഞ്ഞെന്നറിയോ? നമ്മൾ ഇവരെ കണ്ടു പഠിക്കണം, ഇവരെ കണ്ടു പഠിക്കണം, എന്നാലേ നമുക്ക് അള്ളാനെ അറിയുള്ളൂ. അവരെ കണ്ടുപഠിച്ച അള്ളാനെ അറിയില്ല കേട്ടോ, അള്ളാനെ മറക്കുകയുള്ളൂ. അങ്ങനെയാണ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ഒരു സൂഫിനി ബാക്കി വെച്ച് തന്നില്ല. റസൂലുള്ളാഹിന്റെ കാലശേഷം വന്ന ലക്ഷക്കണക്കിന് സ്വഹാബിമാരുണ്ട്. ഒരൊറ്റ സ്വഹാബിയെയും സൂഫി എന്ന് ഇവര് പറയപ്പെടുന്ന ആ ഒരു അർത്ഥത്തിലേക്ക് കണ്ടിട്ടില്ല. സൂഫി ആണോ? ഓന് പിന്നെ ദീന് ബാധകല്ല എന്നുള്ളതാ. ശറഅ് ഓനക്ക് ഒന്നും ഓനക്ക് വേണ്ട. മൂപ്പരതിന്റെ ഒക്കെ അപ്പുറ. നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഒന്നും വേണ്ട. ഒരു പ്രത്യേകമായിട്ടുള്ള ഹാലിൽ ഇങ്ങനെ അത്യാവശ്യം ലഹരിയും കൂടി അടിക്കണം എന്നത് അതിന്റെ ശുറൂത്തിൽപ്പെട്ടതാണ്. നന്നായിട്ട് വലിക്കണം, എന്നാലേ സൂഫി ശരിക്കും ആവുള്ളൂ.
എന്നിട്ട് ആ വലിച്ച ലഹരിയിൽ അവൻ എന്തൊക്കെ പറഞ്ഞോ അതാണ് ദീന്. പിന്നെ എന്തൊരു അബദ്ധമാണ് സഹോദരങ്ങൾ. എങ്ങനെ നമ്മൾ നമ്മുടെ ഉമ്മത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുക? പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. അതിനപ്പുറമുള്ള ഒരു പുതിയ കഥകളുമായിട്ട്, പുതിയ വ്യാഖ്യാനങ്ങളുമായിട്ട് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞാൽ കേൾക്കുന്ന പുരോഹിതന്മാർ ഇസ്ലാമിനെ അട്ടിമറിക്കാൻ വേണ്ടി നടക്കുക. ഏതാ പോയി തൃപ്പനച്ച് ഈ ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്ത സ്ഥലം എന്നറിയോ? നിങ്ങൾ മക്കത്തേക്ക് ഇനി ഹജ്ജ് ചെയ്യാൻ പോണ്ട, മൂപ്പര കീശേരി തൃപ്പനച്ച് മുഹമ്മദ് മുസ്ലിയാർ അവിടെ പോയ നിങ്ങൾക്ക് 10 ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന, 10 ഹജ്ജിന്റെ കൂലിയിട്ട് അവിടെ പോയാൽ. അത് ഏത് മതമാണ് സഹോദരങ്ങളെ? ആരാ ആ ഹജ്ജ് പഠിപ്പിച്ചത്? തൃപ്പനച്ചി പോയിട്ട് 10 ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു കർമ്മം എന്താ? ഇതൊക്കെ ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കാതുകളിലൂടെ കേട്ട പ്രഭാഷണങ്ങളിൽ നല്ലേ മുസ്ലിയാക്കന്മാർ ഇത് പറയുന്നത്? ഏതോ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു പോയതല്ലല്ലോ. ഇതുപോലെ ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളെയും അട്ടിമറിച്ചും കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിയാർ പറയാം, മടവൂര് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പോഴും മൂപ്പരടക്ക് കുളിക്കാൻ വരലുണ്ട് എന്നാണ്. അപ്പൊ ഹയ്യല്ല യമൂത്ത്, മരണമില്ലാത്ത മനുഷ്യനാ മൂപ്പര്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാ. അതുകൊണ്ടാ പറഞ്ഞത് ഹയ്യെന്നവരുടെ ഹുബ്ബിൽ അലിഞ്ഞു ഹല്ലാജിനും ഫൗഖിലായവരെ. ഇനി അള്ള ഒന്ന് വേറെ, CMA നിങ്ങളൊന്ന് വേറെ എന്നൊരു അർത്ഥമില്ല. അള്ള നിങ്ങൾ തന്നെയാണ്, CM-ഉം രണ്ടും ഒന്നാണ് എന്നാ. അള്ളാഹ്ക്കൊരു പുതിയ നാമം കൂടി ഉണ്ട്, മടവൂരല്ലാന്ന്. എവിടെയാണ്, എങ്ങനെ നമ്മുടെ ഉമ്മത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുക? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സ്വന്തം കാര്യം ഞാൻ ആലോചിക്കണം. എൻ്റെ കുടുംബത്തിൽ എത്ര ആളുകളാണെന്നറിയോ അവിടേക്ക് നേർച്ചയാക്കുന്നത്, അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്? കഴിഞ്ഞ ദിവസം അവരായിട്ട് ഞാൻ നിരന്തരം സംസാരിച്ചും കൊണ്ടിരുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായോ ആരാ നിങ്ങൾ അള്ളാന്ന്? നിങ്ങൾ അള്ളാ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു അള്ളാ നമ്മളൊക്കെ പറയണ അല്ലല്ലോ, നിങ്ങൾ അള്ളാ മടവൂരാണെന്നല്ലേ ഉസ്താദ്മാര് പറഞ്ഞു. അത് ഓരോ ഷെയ്ത്താന്മാര് പറഞ്ഞിട്ടുണ്ടാക്കുന്ന, ഞങ്ങളതിനുമില്ല. നമ്മളൊക്കെ കുടുംബത്തിലുള്ള ഉമ്മമാരോടും ഉപ്പമാരോടൊന്നും ചോദിക്കണ്ടേ? ഇതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എന്താ അവരുടെയൊക്കെ അവസ്ഥ? ജീവിതത്തിൽ സഹോദരങ്ങളെ, മരണം എന്നത് യാഥാർത്ഥ്യമല്ലേ? ഈ തരത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യന് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച്, അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷിച്ച് അവരുടെ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അവൻ ഈ ദുനിയാവിൽ നിന്ന് അവന്റെ റൂഹിനെ കൈമാറുന്നതിന് മുമ്പ് ആ മനുഷ്യൻ പച്ചക്ക് അവന്റെ മുമ്പിൽ ഹാളിറായ മലക്കുകളോട് അവൻ പറയും, അവൻ സമ്മതിക്കും, ഞാൻ കാഫിറായിരുന്നു എന്ന്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, വേറെ ആരെങ്കിലും പറഞ്ഞല്ല കേട്ടോ. അള്ളാഹ് ഖുർആനിലൂടെ പറഞ്ഞതാ. എന്റെ ദാസന്മാർ അവരെ സമീപിക്കും. എന്റെ ദാസന്മാർ അവരെ സമീപിക്കുന്ന സമയത്ത് ആ ദാസന്മാർ അവരോട് ചോദിക്കും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, നിങ്ങൾ വിളിച്ചു തേടിയിരുന്ന നിങ്ങളുടെ ആ സഹായികൾ എവിടെ? സൂറത്തു ആറാഫിലെ അതിന്റെ 37-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗമായിട്ട് അല്ലാഹ് പറയാ, യതവഫൗനഹും, എന്റെ ദാസന്മാർ അവരെ സമീപിക്കും മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഖാല, ആ മലക്കുകൾ അവരോട് ചോദിക്കും, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച, നിങ്ങൾ തേടിയ, നിങ്ങൾ പ്രതീക്ഷിച്ച, നിങ്ങൾ നേർച്ചകൾ നൽകിയ, നിങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളായിരുന്നവരില്ലേ, അവരെവിടെ എന്ന് ചോദിക്കും മലക്കുകൾ. ഖബറിലെത്തിയിട്ടല്ല, അതിന് മുമ്പ്, മരണം നടക്കുന്നതിന് മുമ്പ്, ഈ ദുനിയാവിൽ വെച്ചിട്ട്, ബർസഖിയായ ലോകത്തല്ല. ആ മനുഷ്യന മലക്കിനോടൊപ്പം മറുപടി പറയും, ഞങ്ങൾക്കൊരൊറ്റ സഹായികളും ഇല്ല തന്നെ. ഒറ്റ സഹായികളും ഇല്ല. ഇതാ ഈ സന്ദർഭം ഞങ്ങളുടെ സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, അന്നഹും കാനൂ കാഫിരീൻ, അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച ഞങ്ങൾ കാഫിറായി പോയി. സഹോദരങ്ങളെ, പറയാൻ
പറയാൻ ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസത്തെ മാറ്റി നിർത്തി പറയട്ടെ, ഈ നാട്ടിലെ മുഴുവൻ പുരോഹിതന്മാരും, അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയാലും, പരിശുദ്ധ ഖുർആനിൽ 20-ലധികം ആയത്തുകൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുണ്ട് എന്ന് പഠിപ്പിക്കുന്ന സാക്ഷാൽ പേരോട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പേരോടിന്റെ അടുത്ത് വരുന്ന മലക്ക് പേരോടിനോട് ചോദിക്കും, ഐനമാ കുൻതും തദ്ഉന മിൻ ദൂനില്ലാഹ്, നീ പറഞ്ഞു പഠിപ്പിച്ച അല്ലാഹുവിന് പുറമെയുള്ള സഹായികളുണ്ടല്ലോ, അവിടെ എവിടെയെന്ന് ചോദിക്കുമ്പോ പേരോടിനും പറയാനുള്ള മറുപടി വല്ലൂ അന്നാ, ഒരൊറ്റ സഹായവുമില്ല. ഞാനിതാ സാക്ഷ്യം പറയുന്നു, സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, അന്നഹും കാനൂ കാഫിരീൻ, ഞാൻ കഫറായിരുന്നു. അല്ലേ? ഇതായിരിക്ക സാധാരണക്കാരനായ മുഹമ്മദിനും പോക്കരനും ഫാത്തിമാക്കുള്ളത് ഈ ആയത്ത് അല്ല. അത് പുരോഹിതനായാലും ആലിം എന്ന് പറഞ്ഞാലും അള്ളാഹുവിന് പുറമെ സഹായികളുണ്ട്, അവരെ വിളിച്ചു തേടണം, അതാണ് ഇസ്ലാം എന്ന് പറയുന്ന മുഴുവൻ പുരോഹിതന്മാരും ഈ ദുനിയാവിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ്, റൂഹ് കൊടുക്കുന്നതിന് മുമ്പ് അവർ പറയും, ഇത് അള്ളാഹ് പറഞ്ഞതാ, വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഖ് പറഞ്ഞതല്ല, ഒരു ഖാജ പറഞ്ഞതല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൽ 37-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കളവുകൾ പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ആയത്ത് തുടങ്ങുന്നത്. ഫമൻ, ആ ഭാഗം തുടങ്ങുന്നതിന് അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുന്നവരെ പറ്റി പറഞ്ഞുകൊണ്ടാ. 20-ലധികം ആയത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഖുർആനിലാവും. എന്താ കൂട്ടരെ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഈ ആയത്തുകൾ ഏതെങ്കിലും ഒരു ഉസ്താദ് ഓതുന്നത് കേൾക്കോ? ഈ ദുനിയാവിൽ വെച്ച് ഒരൊറ്റ പുരോഹിതന് ഓതൂല. അള്ളാഹ്ക്ക് പുറമെ സഹായികളുണ്ടെന്ന് വാദിക്കുന്ന ഒരു പുരോഹിതനും സൂറത്തു മാഇദയിലെ 116-ാമത്തെ ആയത്ത് ഓതൂല. എന്തേ? അത് അവർക്കുള്ള മറുപടിയാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വഇദ ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഓ ഈസ, നീയാണോ നിന്റെ ജനതയോട് പറഞ്ഞത് അല്ലാഹുവിന് പുറമെ നിന്നെയും നിന്റെ മാതാവിനെയും ഇലാഹുകളാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ? ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഈ ചോദ്യം എല്ലാവരോടും ചോദിക്കൂലേ? ഇത് ഈസാ നബിക്ക് മാത്രം ബാധക? ഇത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കൂലേ? ഇത് മമ്പർത്ത തങ്ങളോട് ചോദിക്കൂലേ? നിങ്ങളാണോ പറഞ്ഞത് ഒരാപത്ത് വരുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചോ, ഞാൻ ഉത്തരം ചെയ്യാമെന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ? വല്ലാ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈപോടാതൊത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന പച്ചക്കളവ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഒരിക്കലും പറയൂല. അദ്ദേഹം ഒരിക്കലും പറയൂല. കാരണം അദ്ദേഹം അള്ളാന്റെ ദീന് പഠിപ്പിച്ച പണ്ഡിതനാ. പരിശുദ്ധ ഖുർആനിലൂടെ ജനങ്ങളോട് അള്ളാനെ മാത്രം ആരാധിക്കണം. ഇജ്അൽ ഖൽബക മസ്ജിദാ, നിങ്ങൾ ഹൃദയത്തെ പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയായ ഹൃദയത്തിൽ നിന്ന് അള്ളാനോടല്ലാത്ത ഒരുത്തനോടും പ്രാർത്ഥിക്കല്ല എന്ന് പറഞ്ഞ മഹാപ്രഭുവാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ്. ഈസാ നബിയോട് ചോദിക്കുന്നത്, നീയാണോ നീ പറഞ്ഞത് നിന്റെ ജനതയോട് നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരാക്കാൻ? അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാം നാളെ മഹ്ശറയിൽ പറയുമെന്ന് അല്ലാഹ് പറയാ. ഖാല, ഈസാ നബി പറയും, സുബ്ഹാനക മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്. പടച്ചവനെ, എങ്ങനെയാണ് നീ എന്നോട് അറിയാത്ത? അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ അവരോട് പറയുകയില്ലല്ലോ. എന്നെ വിളിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാന്ന് ഈസാ നബി ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്തേ ഈസാ നബിക്ക് മാത്രം എന്താ അത് ബാധക? ഈസാ നബിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യൂലേ? ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂലേ? ഇല്ല, ഈസാ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പറയാൻ പാടില്ലാത്ത ഒന്ന് എങ്ങനെയാണ് ഞാൻ പറയുക? ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു. അല്ലാഹ്, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് നീ അറിയുന്നവനാണല്ലോ. പടച്ചോനെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നീ അറിയുന്നവനല്ലേ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക. അല്ലാഹുവേ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയുണ്ടെങ്കിലും അത് മുഴുവനും അറിയുന്നവനാണ് നീ. എന്നാൽ നിന്റെ ഉദ്ദേശമൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. നീ ഉദ്ദേശിക്കുന്നൊന്നും
നിന്റെ അടിമകൾക്ക് അറിയില്ല, പക്ഷെ അടിമകൾ എന്തുദ്ദേശിച്ചാലും അതറിയുന്നവനാണ് ഉടമയായ നീ അല്ലാ. അതുകൊണ്ട് ഇന്നക അൻതൽ അല്ലാമുൽ ഗയൂബ്, അല്ലാഹുവേ തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് പോലും നന്നായി അറിയുന്നവൻ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് പോലും നന്നായി അറിയുന്നവൻ നീ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലോചിച്ച് നോക്കുകയാണ്, ഈ മുസ്ലിയാക്കന്മാരോടൊക്കെ ചോദിക്കൂല, എങ്ങളാ പറഞ്ഞത് അള്ളാഹ്ക്ക് പുറമെ എങ്ങളൊക്കെ വിളിച്ച് തേടിക്കോളിന്ന്. നാളെ മഹ്ശറിൽ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ എന്താ പറയാ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 20 ആയത്തുണ്ടായിരുന്നു പടച്ചോനെ ഖുർആനിൽ എന്നാ. ഈസാ നബിക്ക് ഈ ആയത്തൊന്നും ഉണ്ടായില്ല. പടച്ചോനെ 20 ആയത്തല്ലേ നിനക്ക് വരാനിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈസാ നബി അലൈഹി സ്വലാം അതിന് ശേഷം പറയുന്നുണ്ട്, പടച്ചോനെ അവര് നിന്റെ അടിമകളാണ്, പുറത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണം കേട്ടോ ഒന്ന് ചോദിക്കാണ് റെക്കമെൻഡ്. ആയത്തൊക്കെ എങ്ങനെയാ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുറത്തു കൊടുക്കുക അല്ലാഹ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഇല്ലട്ടോ അല്ലാഹ് പുറത്തു തരൂല. ഈ ദുനിയാവിൽ വെച്ച് അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് തൗബ ചൊല്ലിയിട്ടില്ലെങ്കിൽ, അതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ, പിന്മാറാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഈ മുസ്ലിയാക്കന്മാരുടെ വഞ്ചനയിൽപ്പെട്ട് ഖുർആൻ തന്നെ ശിർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അത് കേട്ട് മരിച്ചു പോകുന്ന സാധാരണക്കാരെ നിങ്ങൾ നാളെ മഹ്ശറിൽ, നാളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുമ്പോ അവിടുന്ന് പറയും എന്ത്? യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ വ അത്അന റസൂലാ. പടച്ചവനെ, അല്ലാഹുവേ നിന്നെയും നിന്റെ റസൂലിനെയും ശരിയാമിതം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നരകത്തിൽ കിടന്നുള്ള അട്ടഹാസ. അവര് പിന്നെ പറയും, ഖാലൂ റബ്ബനാ ഇന്നാ അത്അനാ സഅദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. ഞങ്ങളെ വഴി പിഴപ്പിച്ചത് ഞങ്ങളുടെ സാദാത്യങ്ങളാണല്ലോ. സാദത്തന എന്ന പ്രയോഗം തന്നെ അത്ഭുതകരമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ, സാദാത്യങ്ങളാണൊക്കെ കൂടെ പങ്കെടുക്കുന്നത്. എല്ലാവരും സാദാത്യങ്ങളാണ്. ഒരു പറഞ്ഞതാണ് തൃപ്പനിച്ച് ഉസ്താദിനെ വിളിച്ച് നിങ്ങൾ തേടിക്കോളി, ഇവിടെ തവാഫ് ചെയ്തോളി, ഇവിടെ നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ഇന്ന ദിക്റ് ചൊല്ലിക്കോളി, ഇന്ന മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചോളി എന്നൊക്കെ പറഞ്ഞാരാ? ഞങ്ങളെ സാദാത്യങ്ങളാണല്ല. ഞങ്ങളുടെ നേതാക്കന്മാരുമുണ്ടല്ല. അപ്പൊ തങ്ങള് വലിയ നേതാവാണ്, മൂപ്പരാണ് പറഞ്ഞത് തൃപ്പനച്ചിൽ വന്ന് വിളിച്ചോളിയും. ദീനിനെതിരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര വലിയ നേതാവായാലും അത് പറയാതിരിക്കാൻ പറ്റൂല. നേതാവിന്റെ സ്ഥാനം വേറെ, ദീനിൽ ആ നേതാവിന് ഇല്ലാത്തത് പറയാൻ അധികാരമില്ല. ശരിയായിട്ട് സ്വർഗത്തിലേക്ക് പോവാണ്ടായിരുന്ന വഴി അടച്ചു കളഞ്ഞു ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ സദാത്യങ്ങളും. സാദാത്യങ്ങൾക്കും ആ നേതാക്കന്മാർക്കും അല്ലാഹ് നീ ഇരട്ടി ശിക്ഷ നൽകണേ എന്ന് നാളെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോ പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ ഇതൊരല്പം ഗൗരവത്തോടു കൂടി പറയാതിരിക്കുക? നമ്മുടെ സഹോദരങ്ങൾ കേട്ടിട്ട് അവരുടെ ഹൃദയത്തിനൊരു ചെറിയ ഭയപ്പാടെങ്കിലും ഉണ്ടായാൽ, അല്ലാഹ് മതി എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയാൽ അത് അവർക്ക് ഖൈറാണ്. അത് പറഞ്ഞവർക്കും അതിൻ്റെ പുണ്യമുണ്ട്, അതിൻ്റെ ഖൈറുണ്ട്. ആയതുകൊണ്ട് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത്. വളരെ അപകടം പിടിച്ച അവസ്ഥയിലേക്ക്. അതിലെ പുരോഹിതന്മാർ തന്നെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരായി മാറുന്നു. അവര് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരായി മാറുന്നു. അള്ളാന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരുമെന്ന ഒരു ബേജാറും അവർക്കില്ല. സഹോദരങ്ങളെ, ആർക്ക് വേണമെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ പുരോഹിതന്മാർ അവരുടെ സദസ്സുകളിൽ ഇരുന്നു കൊണ്ട് പാടുന്ന, ചൊല്ലുന്ന ഈ ശിർക്കിന്റെ വരികൾ ലഭ്യമാണ്. ഇൻഷാ അല്ലാഹ് ഖുതുബ ഗ്രൂപ്പിൽ അത് നിങ്ങൾക്ക് കാണാം. ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ അത് കിട്ടും. അത് ആ ഭാഗം, ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാനാണ് അല്ലാഹു എന്ന് അദ്ദേഹം പറഞ്ഞൊരു മുസ്ലിയാർ പറയുന്നതും ആ അള്ളാഹുവിനോട് തന്നെ ഞങ്ങളെ കാക്കണം, ഞങ്ങളെ നോക്കണം, നീയല്ലാതെ നിങ്ങളല്ലാതെ ഒരു തണലും ഞങ്ങൾക്കില്ല എന്ന് പാടുന്നതുമൊക്കെ കൂട്ടമായിരുന്നു പാടുന്നത്. ഏതെങ്കിലും എവിടെങ്കിലും ഇതൊന്നല്ല, ഇഷ്ടം പോലെ ആളുകൾ പരിപൂർണമായിട്ട്
ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരൽപ്പം പരീക്ഷണങ്ങൾ, ഒരൽപ്പം അപകടകരമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കൂടെ നിർത്തുവാൻ ഒരൽപ്പം കൂടി ജാഗ്രത വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. സൂറത്ത് മാഇദയിലെ 118 വചനം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. അതിനോടുള്ള അടുപ്പം മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട്. സമയഷ്ടം പോലെ ഉണ്ടല്ലോ, ധാരാളം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചെലവഴിക്കുമ്പോൾ ഈ പരിശുദ്ധ ഖുർആനിനെ ഒന്ന് ആയത്തുകളുടെ അർത്ഥമറിഞ്ഞു വായിക്കാനുള്ള സമയം നമ്മൾ എന്തുകൊണ്ടാണ് കണ്ടെത്താത്തത് എന്നതൊന്ന് ആലോചിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിഴച്ചു പോവില്ല. അത് കിട്ടിയാൽ നമ്മൾ ശക്തമായ ആ ഈമാനിലൂടെ നമുക്ക് നിലനിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ പിഴപ്പിക്കുവാനാണ് ധാരാളം ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ പിഴച്ചു പോകുന്നത് നമ്മൾ അറിയാതെ പോകും. അങ്ങനെയുണ്ട് പോവും ഒരു വഴിയിൽ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു വർത്തമാനത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണെന്നറിയോ? അത് നമ്മളെ നാട്ടിലൊക്കെ കുറേ ആൾക്കാരെ വിചാരം നമ്മൾ മരിച്ചാണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊയ്തീൻ ഷേഖ് ഉണ്ടാവും ഒരു തൂളിക്കണം, മമ്പർത്തങ്ങൾ ഉണ്ടാവും അപ്പുറത്ത് നിൽക്കണം, അതേപോലെ തന്നെ ബദരീങ്ങൾ വേറെ നിന്നിട്ട് ഇവരിങ്ങനെ വിളിക്കും, നമ്മളെ വിളിച്ചവരൊക്കെ അങ്ങോട്ട് പോരി, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോവാം. അതാണ് ഇപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഈസാ നബി അലൈഹി സ്വലാം പറയും, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. അവരെ നീ ശിക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ നിന്റെ അടിമകൾ തന്നെയല്ലേ അല്ലാഹ്. വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ അവർക്ക് മാപ്പേകുന്നുവെങ്കിലോ നീ തന്നെയാണല്ലോ പ്രതാപവാനും യുക്തിമാനും. ഈസാ നബി അലൈഹി സ്വലാം പഴച്ചുപോയ, ഈസാ നബി പറഞ്ഞത് പ്രവർത്തിക്കാതെ അതിനെതിര് പ്രവർത്തിച്ച, ഈസാ നബി അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പഠിപ്പിച്ച മഹാപ്രവാചകനാണ്. ആ പ്രവാചകനെ തന്നെ അള്ളാഹു ആക്കി. ആ പ്രവാചന മാതാവിനെയും വിളിച്ചു തേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ ദീനിൽ നിന്ന് പിഴച്ചുപോയി നരകത്തിന്റെ ശിക്ഷക്ക് അർഹരായ ആളുകളെ ഈസാ നബി അലൈഹി സ്വലാം പറയണം, പഠിച്ചോനെ അവർക്ക് ഈ പുറത്തു കൊടുക്കും. കാരണം ശിക്ഷയുടെ ഗൗരവമാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ചെറിയൊരു സംഗതി അല്ലല്ലോ, എന്നാണ്ട് മാറ്റി നിർത്തല്ലോ. നരകമെന്ന് പറയുന്ന മഹാ അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നീ ഒന്ന് അവരെ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നീ തന്നെയാണ് അവരുടെ ഉടമസ്ഥനായ റബ്ബ് എന്ന് പറയാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ പുറത്തു കൊടുക്കുന്ന ഒരു കാര്യം അവർക്കില്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. സത്യത്തിന്റെ മാർഗത്തിൽ നിലകൊണ്ടവർക്ക് മാത്രമേ ആ പരിശുദ്ധമായ അള്ളാഹു നൽകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ഖുർആനിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് പുതിയ പുതിയ മാലകളും പാട്ടുകളുമൊക്കെയായിട്ട് ഇസ്ലാം ഒരു ആഹ്ലാദത്തിന്റെ, ഒരു മുച്ചീട്ട് കളിക്കാരുടെ കൈകളിൽ കിട്ടിയതുപോലെയുള്ളൊരവസ്ഥ. ആർക്കും എന്തും പറയാം. ഏത് സൂക്കിൽ നിന്നുകൊണ്ടും പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഉൽപ്പന്നം ഒന്ന് ചെലവാകാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് ഇപ്പൊ ജാറങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഓർക്ക് തോന്നിയത് പറയാണ്. കഴിഞ്ഞ ദിവസം വരെ CM ആ കുളത്തിൽ വന്ന് കുളിച്ചിരുന്നു എന്നിപ്പോ ഒരു മുസ്ലിയാർ വന്നിട്ട് പറയാണ്, മരിച്ചു ഇപ്പൊ അടുത്ത ദിവസം മൂപ്പര് കണ്ടതെന്നല്ലോ കുളത്തിൽ മൂപ്പര് വന്ന് കുളിച്ചത്. എന്തായി പറയുന്നത്? ആയതുകൊണ്ട് വളരെയധികം ജാഗ്രതയോടുകൂടി നമ്മളുടെ ദീനിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ആ ജാഗ്രത ഉണ്ടായിരിക്കണം. ദുനിയാവ് മാത്രം അല്ല, അത് നശ്വരമാണ്. എപ്പോഴും ഇവിടുന്ന് ഒഴിവായി പോവേണ്ടവരാണ്. നമുക്ക് പോകാനുള്ള ഒരു ലോകമുണ്ട്. അള്ളാഹു തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് കൂട്ടും. ആ മഹ്ശറ വൻസഭയിൽ അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ.